ഹായ്, അപ്പോൾ നമ്മൾ അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തവണ വന്നിട്ടുള്ളത് ഓൾട്ടീസ് ആണ് കേട്ടോ, ഒരു ടൈപ്പ് 2 ഓൾട്ടീസ് ആണ്. അപ്പോൾ ഒരു വണ്ടി നമുക്ക് കുറച്ചധികം അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഈ വണ്ടി നമുക്ക് 2013 മോഡലാട്ടോ. ഈ വണ്ടിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഈ വണ്ടി നമുക്ക് തിരൂർ ഭാഗത്തുനിന്നൊരു വണ്ടിയാണ്. അപ്പോൾ കുറച്ചൊന്നല്ല, കുറച്ചധികം അപ്ഡേഷൻസ് നമ്മൾ ചെയ്യാനുണ്ട്. നമ്മളെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമുക്കൊരു വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പ് ചെയ്ത ആൾട്ടീസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ ഒരുപാടായി നോക്കി. കാരണം എന്നോട് പറഞ്ഞ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾട്ടീസ് എങ്ങനെ പണിയാന്നുള്ളത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ബമ്പർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഫ്രണ്ട് ബമ്പർ ചേഞ്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ബോഡി കിറ്റോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട് ബമ്പർ കുറച്ച് ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമുക്കൊരു ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ചെയ്യണം. ദെൻ നമ്മൾ ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യണം. അതേപോലെ ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു പോർഷൻ വരുന്ന ആ ഒരു ഫോഗ് ലാംപ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യണം. അതേപോലെ ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല, നമ്മൾ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മളതിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റൂഫ് ടോപ്പ് കണ്ടോ, റൂഫ് ടോപ്പ് നിലവിൽ നമുക്ക് ആ ഒരു ബോഡി കളർ സിൽവറിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റൂഫ് ടോപ്പ് നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് വണ്ടി ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, നാനോ സെറാമിക്കിൻ്റെ ടിൻറ്റും ചെയ്യാനുണ്ട്. സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മിറർ കവർ ഒരു വൈറ്റ് ആണ്. അപ്പോൾ അത് ഒരു ക്രാക്ക് ആയപ്പോൾ അവർ മാറ്റിയതാണ്. അപ്പോൾ നമുക്ക് ബോഡി കളർ ചെയ്യണം. അതേപോലെ അലോയ്സ് ഉണ്ട്, നമുക്ക് ആ ഒരു സ്റ്റോക്ക് അലൈസ് ആണ് വന്നിട്ടുള്ളത്. ആ ഒരു സ്റ്റോക്ക് അലൈസ് നിലവിൽ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് മുന്നേ ചെയ്താണ്. അപ്പോൾ അത് മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗ്ലേസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സിൽവർ കളറിലേക്ക് അതിനെ മാറ്റണം. അല്ലെങ്കിൽ ഗൺ മെറ്റൽ ഗ്രേ ഈ ഒരു കളറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു വീൽ പെയിൻറ്റിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ റിയറിൽ നോക്കുമ്പോൾ നമ്മളെ റിയർ ടൈലാം യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ റിയർ ടൈലാമ്പ് യൂണിറ്റ് നമ്മൾ മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മേ ബി ചിലപ്പോൾ നമുക്കൊരു സ്പോയിലറും കൂടി ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതേപോലെ ഈ ഒരു ഡിക്കി ഗാർണിഷ് കണ്ടോ, ഈ ഒരു ഡിക്കി ഗാർണിഷ് നമുക്ക് ഡീക്രോം ചെയ്യണം. ക്രോമാണ് വിത്ത് ലോഗോ അടക്കം നമുക്ക് എന്ത് ചെയ്യണം, ഡീക്രോം ചെയ്യണം. അതേപോലെ ഈ ഒരു ബാഡ്ജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീക്രോം ചെയ്യണം. നമ്പർ പ്ലേറ്റ്സ് മേ ബി ചിലപ്പോൾ നമ്മൾ മാറ്റാൻ ചാൻസ് ഉണ്ട്. അതുപോലെ റിയർ ബമ്പർ കണ്ടോ, റിയർ ബമ്പറും കുറച്ചധികം പഴക്കും കാര്യങ്ങളും ചെന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു റിയർ ബമ്പറും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, റീപ്ലേസ് ചെയ്യാനുണ്ട്. ഫൈനലി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ് കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയറിൽ നമുക്കൊരു മെയിൻ മാറ്റമാണ് നമ്മൾ ഇൻറ്റീരിയർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനുള്ള മാറ്റം നമ്മൾ ഈ ഒരു ഡാഷാണ്. കാരണം ഒരു ഒട്ടുമിക്ക ഓൾട്ടീസിലും നമുക്ക് ഈ ഒരു ഡാഷ് പോർഷൻ കണ്ടോ, ഈ ഡാഷ് പോർഷൻ കംപ്ലീറ്റ് ക്രാക്ക് അടിക്കാറുണ്ട്. ഒരുപാട് സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ പൊട്ടി പോരും കണ്ടോ. ഈ ഒരു പോർഷനൊക്കെ അത് ക്രാക്ക് അടിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ കണ്ടോ. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഒരു ലെതർ റാപ്പിങ് ചെയ്യാനുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് കണ്ടോ, ഈ സ്റ്റിയറിംഗ് നമ്മൾ ലെതർ റാപ്പ് സ്റ്റിച്ച് നമുക്ക് ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സ്റ്റിച്ച്. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ഇവിടെ കണ്ടോ കട്ടിങ് ഉള്ളതാണ്. അപ്പോൾ നമ്മളത് ഫുൾ പാക്കിംഗ് ആയിട്ട് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ആംറസ്റ്റ് കണ്ടോ, ഈ കൺസോൾ ബോക്സിൻ്റെ ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ദെൻ ഫൈനലി സീറ്റാണ്. അപ്പോൾ സീറ്റിലാണ് നല്ലൊരു മാറ്റം നമ്മൾ ചെയ്തത്. സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്യണം. നമ്മൾ മുമ്പ് ആ ഒരു ബ്ലാക്ക് കൾട്ടീസ് ചെയ്ത പോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോം സെറ്റിങ്സ് ആണ് നമ്മളൊരു വണ്ടിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഡോർ പാഡിൻ്റെ നിലവിലെ അവസ്ഥ കണ്ടോ, ആ ഒരു സ്റ്റോക്ക് ഡോർ പാഡ്സ് ക്ലോത്ത് ആണുള്ളത്. അപ്പോൾ നമുക്ക് അതും മാറ്റിയിട്ട് എന്ത് ചെയ്യാനുണ്ട്, ഒരു വിത്ത് സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടുള്ള ആ ഒരു ഡോർ പാഡും നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ ഇൻറ്റീരിയറിൽ ചെയ്യുന്നുണ്ട്. ഫൈനലി നമ്മളെ ആൾട്ടീസിൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം അപ്ഡേഷൻസ് ഒക്കെ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു വണ്ടിയിൽ നമ്മൾ കുറച്ചധികം അപ്ഡേഷൻസ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ മെയിൻലി നമ്മൾ ഹെഡ് ലാമ്പ്, ബമ്പർ, അതേപോലെ ഫോഗിൻ്റെ കവേഴ്സ് കാര്യങ്ങളൊക്കെ ഡീക്രോം ആക്കി. അതേപോലെ ഇന്ത്യയിൽ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ലുക്കിൽ നോക്കുമ്പോൾ നമ്മളുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ബൾബും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് നമ്മൾ ഫ്രണ്ട് ബമ്പർ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ബമ്പറിൽ ഗ്രില്ല്, അതേപോലെ ലോവർ ഗ്രില്ല്, ലോഗോ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് നമ്പർ പ്ലേറ്റ്സ് ജസ്റ്റ് ഒന്ന് നമ്മൾ
ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഈ ഒരു ഫ്രണ്ട് കാരണം ലെഫ്റ്റും റൈറ്റും ഫ്രണ്ടും നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ വരുമ്പോൾ നമ്മൾ അലോയ്സ് നമ്മൾ ഗൺ മെറ്റൽ ഗ്രേ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാലിബർ നമ്മൾ റെഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ മിററിൽ വരുമ്പോൾ നമ്മളൊരു ഗ്ലോസി ബ്ലാക്ക്, കാരണം ഒരു ബോഡി കളർ മിററായിരുന്നു, നമ്മളതിനെ ഗ്ലോസി ബ്ലാക്കിലേക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൂഫിൽ നോക്കിയാൽ നമ്മൾ വണ്ടി ഡുവൽ ടോൺ, അതായത് ഒരു ബ്ലാക്ക്, അതായത് റൂഫ് കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയിൽ നമ്മൾ നാനോ സെറാമിക് ടിൻറ്റ് ഇട്ടിട്ടുണ്ട്, കാരണം ഫ്രണ്ട് ഗ്ലാസും സൈഡ് ഗ്ലാസും കംപ്ലീറ്റ് നാനോ സെറാമിക് ടിൻറ്റും നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. റിയറിൽ നോക്കുമ്പോൾ നമ്മൾ ടൈലാമ്പ് യൂണിറ്റ്, നമ്മളൊരു സ്മോക്ക് ടൈലാമ്പ് യൂണിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ക്രോം എലമെൻറ്റ്സ് കംപ്ലീറ്റ് നമ്മൾ ഡീക്രോം ചെയ്ത് ബ്ലാക്കിലേക്ക് ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ്സ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ഉണ്ട്. അതുപോലെ റിയർ ബമ്പറിൽ ചെറിയ മൈനോട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിയർ ബമ്പറും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ഇൻറ്റീരിയലും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയൽ നമ്മൾ മെയിൻലി ഇതിൻ്റെ സീറ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സീറ്റ് ജസ്റ്റ് ഒന്ന് കസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൈ സപ്പോർട്ടും വിങ് സപ്പോർട്ടൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫോം സെറ്റിങ്സിൽ സീറ്റിൻ്റെ ഷേപ്പ് അപ്പാടെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഹെഡ് റെസ്റ്റ് കണ്ടോ, ഹെഡ് റെസ്റ്റും നമ്മൾ ചെറുതായിട്ടൊന്ന് കസ്റ്റം ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനലി നമ്മൾ സ്റ്റിയറിങ്ങും നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളെ ഈ ഡാഷ് ബോർഡ് ഇട്ടാൽ. അപ്പോൾ മിക്ക വണ്ടികളുടെ ഡാഷും ക്രാക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ വണ്ടിൻ്റെ ഡാഷും നിലവിൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കസ്റ്റമർ പറഞ്ഞത്, കാരണം സാധാരണ നമ്മൾ ബ്ലാക്കാണ് ചെയ്യാറ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു എനിക്ക് ആ ഒരു സീറ്റിൻ്റെ അതൊരു കണ്ടിന്യൂഷൻ വേണം, അപ്പോൾ ഒരു ഡാർക്ക് കോഫി ബ്രൗണിൽ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു ഡാഷ് ബോർഡ് കംപ്ലീറ്റ് നമ്മൾ ഡാർക്ക് കോഫി ബ്രൗണിലും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഡോർ പാഡും നമ്മൾ ക്ലോത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൽ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ മെല്ലി നോക്കുകയാണെങ്കിൽ നമ്മൾ 2 ബമ്പർ ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പും ടൈൽ ലാമ്പും ആണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ബൾബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു ഡീക്രോമാണ്, കാരണം ഏതൊരു വണ്ടി ലുക്ക് നമുക്ക് ആ ഡീക്രോം ചെയ്യുമ്പോൾ ഒരു ലുക്കിൽ നല്ലൊരു മാറ്റം വരുന്നുണ്ട്. പിന്നീട് നാനോ സെറാമിക് ടിൻറ്റാണ് നമ്മൾ ഫ്രണ്ടും അതേപോലെ തന്നെ സൈഡും റിയറുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ സീറ്റ്സ് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ഓൾ.